ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ ഇന്ത്യയിൽ ഏതൊക്കെയുണ്ട്, ഏതാണ് മെയിൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ, അതുപോലെ തന്നെ ഡിമാറ്റ് അക്കൗണ്ട് എന്താണ്, ട്രേഡിംഗ് അക്കൗണ്ട് എന്തൊക്കെയാണ്. നമ്മൾ ഇന്ത്യയിലെ മേജർ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതായത് ഇപ്പോഴും ആക്റ്റീവ് ആയിട്ടുള്ളതും അതുപോലെ തന്നെ നമ്മുടെ സെബി, നമ്മുടെ റെഗുലേറ്ററി ആയ സെബി അപ്രൂവ് ചെയ്ത സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യമായിട്ടുള്ളതാണ് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഓഫ് ഇന്ത്യ, NSE എന്ന് പറയും. നമ്മൾ ന്യൂസിൽ കേൾക്കാറുണ്ടല്ലോ, നിഫ്റ്റി 100 പോയിന്റ് താഴെ പോയി, നിഫ്റ്റി താഴേക്ക് പോയി, മുകളിലേക്ക് പോയി എന്നൊക്കെ. അപ്പോൾ NSEയുടെ ഇൻഡെക്സ് ആണ് നിഫ്റ്റി എന്ന് പറയുന്നത്. ഇത് 92 തുടങ്ങിയതാണ് ഇന്ത്യയിൽ. അടുത്തത് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ലിമിറ്റഡ് ആണ്. അത് ഏഷ്യയിലെ ഏറ്റവും പഴയ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, ആദ്യമായിട്ട് തുടങ്ങിയ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ് BSE എന്ന് പറയുന്നത്. 1875 ഇത് തുടങ്ങിയത്. ഇതാണ് നമ്മൾ TV-യിൽ ന്യൂസിൽ പറയുന്ന സെൻസെക്സ് 100 പോയിന്റ് ഇടിഞ്ഞു എന്ന് പറഞ്ഞ് ന്യൂസിലൊക്കെ വരുന്ന സംഭവമാണ്. ഈ BSE ആയിട്ട് റിലേറ്റഡ് ആണ്. BSEയുടെ ഒരു ഇൻഡെക്സ് ആണ് സെൻസെക്സ് എന്ന് പറയുന്നത്. അടുത്തതാണ് MCX. നമ്മൾ ക്രൂഡ് ഓയിലും ഗോൾഡും ഒക്കെ ട്രേഡ് ചെയ്യുന്ന കേട്ടിട്ടുണ്ടല്ലോ. അപ്പൊ കമ്മോഡിറ്റി ട്രേഡിങ്ങിന് വേണ്ടിയുള്ളതാണ് മൾട്ടി കമ്മോഡിറ്റി എക്സ്ചേഞ്ച് ഓഫ് ഇന്ത്യ ലിമിറ്റഡ് എന്ന് പറയുന്നത്. 2003 തുടങ്ങിയതാണ്. അപ്പോൾ നിങ്ങൾ ട്രേഡിംഗ് ആപ്പിൽ നോക്കുമ്പോൾ കമ്മോഡിറ്റി ആയ ഗോൾഡ്, ക്രൂഡ് ഓയിൽ ഒക്കെ ട്രേഡ് ചെയ്യുന്നത് ഈ എക്സ്ചേഞ്ച് വഴിയാണ്. അടുത്തത് നാഷണൽ കമ്മോഡിറ്റി ആൻഡ് ഡെറിവേറ്റീവ് എക്സ്ചേഞ്ച് ലിമിറ്റഡ്. ഇതും 2003 തുടങ്ങിയതാണ്. നമ്മുടെ അഗ്രികൾച്ചറൽ കമ്മോഡിറ്റി ട്രേഡിങ്ങിന് വേണ്ടിയിട്ട് ഉള്ളതാണ്. ഈ സംഭവങ്ങളെല്ലാം നമ്മുടെ ട്രേഡിംഗ് ആപ്പിൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. നിങ്ങളൊരു സ്റ്റോക്ക് ബൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് NSEയുടെ സ്റ്റോക്ക് ബൈ ചെയ്യാം, അല്ലെങ്കിൽ BSEയിലും സ്റ്റോക്ക് ബൈ ചെയ്യാവുന്നതാണ്. ഇപ്പോഴും ആക്റ്റീവായിട്ടുള്ള നമ്മുടെ ലോക്കൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത് MSE ആണ്, മെട്രോപൊളിറ്റൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഓഫ് ഇന്ത്യ. പക്ഷെ ഇവിടെ ട്രേഡിങ് വളരെ കുറവാണ്, വോളിയം കുറവാണ്. പക്ഷെ ഇപ്പോഴും സെബി അപ്രൂവ്ഡ് ആയ ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ്. ഇപ്പൊ നമ്മുടെ കൊച്ചിക്ക് ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഉണ്ടായിരുന്നെന്ന് ആർക്കെങ്കിലും അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക. നമുക്കൊരു കൊച്ചിൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഉണ്ടായിരുന്നു. 2014 സമയങ്ങളിൽ അത് പ്രവർത്തനം നിർത്തിയതാണ്, ക്ലോസ് ചെയ്തതാണ്. അടുത്തതാണ് ഡിമാറ്റ് അക്കൗണ്ട് എന്താണ്, ട്രേഡിംഗ് അക്കൗണ്ട് എന്താണ് എന്ന് നമുക്ക് നോക്കാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും ട്രേഡിംഗ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ താഴെ ആലിസ് ബ്ലൂവിന്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആ ലിങ്കിൽ കയറി കഴിഞ്ഞാൽ ട്രേഡിംഗ് അക്കൗണ്ട് ഈസി ആയിട്ട് ഓപ്പൺ ചെയ്യാം. എവിടെയും പോകേണ്ട ആവശ്യമില്ല. ഫിസിക്കലി നമ്മുടെ പേപ്പറുകളൊന്നും സബ്മിറ്റ് ചെയ്യേണ്ട, എല്ലാം നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാവുന്നതാണ് സോഫ്റ്റ്വെയർ വഴി. വിത്തിൻ 1 or 2 days നിങ്ങളുടെ അക്കൗണ്ട് ആക്റ്റീവ് ആവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഈ അക്കൗണ്ട് ലിങ്ക് വഴി അക്കൗണ്ട് എടുക്കുന്നവർക്ക് നമ്മളൊരു സ്ട്രാറ്റജി ക്ലാസ്സുകൾ മന്ത്ലി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ട്രേഡിംഗ് അക്കൗണ്ട് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ലിങ്ക് വഴി ജോയിൻ ചെയ്യാവുന്നതാണ്. നമുക്ക് ഡിമാറ്റ് അക്കൗണ്ട് എന്താണെന്ന് നോക്കാം. അതായത് നമ്മുടെ ഷെയറുകൾ, നമ്മുടെ സെക്യൂരിറ്റികൾ, അല്ലെങ്കിൽ ETF, മ്യൂച്വൽ ഫണ്ട്, ഇതെല്ലാം സ്റ്റോർ ചെയ്യുന്ന ഒരു സ്ഥലമാണ്. സപ്പോസ് നമുക്ക് ഒരു ബാങ്കിൽ ലോക്കർ ഉണ്ട്, അവിടെ നമ്മൾ ഗോൾഡും നമ്മുടെ പേപ്പറുകളൊക്കെ കൊണ്ട് വെക്കുന്നത് പോലെ തന്നെ നമുക്ക് വേണ്ടിയുള്ള ഒരു സ്പേസ് ആണ്. നമ്മുടെ ഷെയറും സെക്യൂരിറ്റിയും ഒക്കെ കീപ്പ് ചെയ്യുന്ന ഒരു ഏരിയയാണ് ഡിമാറ്റ് അക്കൗണ്ട് എന്ന് പറയുന്നത്. ഇപ്പൊ നിങ്ങൾ ഒരു സ്റ്റോക്ക് ബൈ ചെയ്ത് കഴിഞ്ഞാൽ അത് നേരെ നിങ്ങൾ ഡിമാറ്റ് അക്കൗണ്ടിലേക്ക് വരും. ഒരിക്കലും വേറെ എവിടെയും പോകത്തില്ല. സേഫ് ആയിട്ട് ഒരു ലോക്കറിൽ പോകുന്ന പോലെ തന്നെ ഡിമാറ്റ് അക്കൗണ്ടിലേക്ക് വരും. നിങ്ങൾ എപ്പോൾ സെല്ല് ചെയ്യുന്നോ ആ സ്റ്റോക്ക് നിങ്ങളുടെ ഡിമാറ്റ് അക്കൗണ്ടിൽ നിന്ന് എടുത്ത് തിരിച്ച് ട്രേഡിംഗ് സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് പോകുന്ന ഒരു സംഭവമാണ് ഡിമാറ്റ് അക്കൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ നമുക്ക് എന്തൊക്കെ സ്റ്റോർ ചെയ്യാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റോക്ക്, ബോണ്ടുകൾ, ETF, മ്യൂച്വൽ ഫണ്ട്, ഗവൺമെന്റ് സെക്യൂരിറ്റീസ്, ഇതെല്ലാം ഡിമാറ്റ് അക്കൗണ്ട് വഴിയാണ് ഹാൻഡിൽ ചെയ്യുന്നത്. ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നത് നമ്മുടെ NSDL, CDSL എന്ന് പറയുന്ന ആൾക്കാർ വഴിയാണ്. അടുത്തത് ട്രേഡിംഗ് അക്കൗണ്ട് എന്താണെന്ന് നോക്കാം. ട്രേഡിംഗ് അക്കൗണ്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, ജിറോദ, ഗ്രോ, അതുപോലെ തന്നെ പല പല ആപ്പ് സ്റ്റോക്സ്. ഇതൊക്കെയാണ് ട്രേഡിംഗ് അക്കൗണ്ട് എന്ന് പറയുന്നത്. ഇതിന്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരെ NSEയിലോ BSEയിലോ പോയിട്ട് മേടിക്കാൻ പറ്റില്ല. അപ്പൊ ഇതിന്റെ ഇടയിൽ നിൽക്കുന്ന ആൾക്കാരാണ് ഈ ബ്രോക്കറേജ്, സ്റ്റോക്ക് ബ്രോക്കർ അല്ലെങ്കിൽ ബ്രോക്കറേജ് ഫേം എന്നൊക്കെ പറയുന്നത്. അപ്പൊ നമുക്ക് ഒരു സ്റ്റോക്ക് ബൈ ചെയ്യാനും സെല്ല് ചെയ്യാനുമുള്ള ഒരു മീഡിയം ആയിട്ടാണ് ഇവർ നിൽക്കുന്നത്. ഇവരുടെ അക്കൗണ്ട് വഴി നമ്മുടെ ഡിമാറ്റ് അക്കൗണ്ട് വഴി കണക്ട് ചെയ്യും. അവിടെയാണ് ഇവരുടെ ഉപയോഗം വരുന്നത്. അപ്പോൾ ഒരു ബ്രിഡ്ജാണ്. നമുക്ക് നേരിട്ട് മേടിക്കാൻ പറ്റത്തില്ല, നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ മണിയുണ്ട്, പക്ഷെ നമുക്ക് NSE നേരെ മേടിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇവരാണ് നമ്മളെ ഈ സാധനങ്ങൾ മേടിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഇവിടെ നോക്കിയാൽ എങ്ങനെയാണ് സംഭവം നടക്കുന്നത് ഞാൻ കാണിച്ചു തരാം.
അപ്പോൾ ഇതാണ് നമ്മൾ ഇവിടെയാണ് നിൽക്കുന്നത്. ഇതാണ് നമ്മുടെ ട്രേഡർ, അതായത് ഞാനും നിങ്ങളൊക്കെ ഇവിടെയാണ് നിൽക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കൊരു ബാങ്ക് അക്കൗണ്ട് ഉണ്ട്, ബാങ്ക് അക്കൗണ്ടിൽ പൈസയുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഈ സ്റ്റോക്ക് മാർക്കറ്റിൽ നമുക്ക് സ്റ്റോക്ക് മേടിക്കുകയും വേണം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ആദ്യം ചെയ്യുന്നത് ഇവിടെ ഒരു ട്രേഡിംഗ് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നു. അതായത് സീറോദ, ഗ്രോ അപ്പ് സ്റ്റോക്സ് അങ്ങനെയുള്ള ബ്രോക്കറിൻ്റെ അണ്ടറിൽ നമ്മളൊരു ട്രേഡിംഗ് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നു. അതിനുശേഷം അക്കൗണ്ട് ആക്റ്റീവ് ആയതിനു ശേഷം നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് നമ്മൾ ഇങ്ങോട്ട് പൈസ ട്രാൻസ്ഫർ ചെയ്യുന്നു. ഓക്കെ, ഇവിടെ പൈസ വന്നതിന് ശേഷം നിങ്ങൾക്ക് ഒരു റിലയൻസോ ടാറ്റ മോട്ടോഴ്സോ മേടിക്കുന്നുണ്ടെങ്കിൽ ഈ ട്രേഡറായ നമ്മൾ ഒരു ഓർഡർ പ്ലേസ് ചെയ്യുന്നു. ഈ ട്രേഡിംഗ് അക്കൗണ്ട് വഴി നേരെ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് ഒരു റിക്വസ്റ്റ് പോകുന്നു, നമുക്ക് ഇത്ര എണ്ണം മേടിക്കണം. ഇവിടെ നിന്ന് മേടിച്ചു കഴിഞ്ഞാൽ ട്രേഡിംഗ് അക്കൗണ്ട് ത്രൂ നമ്മുടെ നേരെ ഡിമാറ്റ് അക്കൗണ്ടിൽ വന്ന് സ്റ്റോർ ആവുന്നതായിരിക്കും. അപ്പം നിങ്ങൾ എപ്പോഴെങ്കിലും മേടിച്ച സാധനം വിൽക്കണമെന്നുണ്ടെങ്കിൽ നേരെ ഇതിൻ്റെ റിവേഴ്സ് പ്രോസസ് ആയിരിക്കും നടക്കുന്നത്. അതായത് നിങ്ങൾക്ക് തിരിച്ച് വിൽക്കണം. നിങ്ങൾ ഡിമാറ്റ് അക്കൗണ്ടിൽ ഒരു 100 ഷെയർ ഉണ്ട്, അപ്പോൾ അത് വിൽക്കണമെങ്കിൽ നിങ്ങൾ ഒരു സെൽ ഓർഡർ ഇടുന്നു, അത് നിങ്ങളുടെ ട്രേഡിംഗ് അക്കൗണ്ടിൽ വരുന്നു, അവിടെ നിന്ന് നേരെ സ്റ്റോക്ക് മാർക്കറ്റിൽ വരുന്നു, അങ്ങനെ നിങ്ങളുടെ സ്റ്റോക്ക് വിൽക്കുന്നു, ആ മണി നേരെ നിങ്ങളുടെ ട്രേഡിംഗ് അക്കൗണ്ടിൽ വരുന്നു. ഇപ്പോൾ ഇൻ കേസ് നിങ്ങളുടെ ട്രേഡിംഗ് അക്കൗണ്ടിൽ 10,000 രൂപയുണ്ട്, നിങ്ങൾക്ക് വിഡ്രോ ചെയ്യണമെങ്കിൽ ഈ ട്രേഡിംഗ് അക്കൗണ്ട് റിക്വസ്റ്റ് കൊടുത്താൽ നേരെ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് വരുന്നതായിരിക്കും. ഇവിടെ നിങ്ങൾക്ക് UPI അല്ലെങ്കിൽ നോർമൽ നെറ്റ് ബാങ്കിങ് എല്ലാം അവൈലബിൾ ആണ്. UPIക്ക് ആണെങ്കിൽ ചാർജ് ഒന്നുമില്ല, ട്രാൻസാക്ഷൻ ഫീ ഒന്നും ഇല്ലാണ്ട് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റും. ഇതാണ് ഡിമാറ്റ് അക്കൗണ്ട്, ട്രേഡിംഗ് അക്കൗണ്ട് എന്നൊക്കെയുള്ളത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ആലീസ് ബ്ലൂവിൻ്റെ ട്രേഡിംഗ് അക്കൗണ്ട് ആവശ്യമുണ്ടെങ്കിൽ താഴെ ഞാൻ ലിങ്ക് കൊടുക്കുന്നുണ്ട്, അതിൽ കയറി ജോയിൻ ചെയ്യുക. അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം.